വീണ്ടും ഷബീറിലേക്ക് പോവുകയാണ്. ഷബീർ മുണ്ടക്കൈ ഭാഗത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തത്സമയം ചേരുകയാണ് വീണ്ടും ഷബീർ നമ്മോടൊപ്പം. ഷബീർ, ഇപ്പോൾ ഷബ്നയൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം സങ്കടമുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെയൊക്കെ ഒരു മാനസികാവസ്ഥയും ആ നാട്ടുകാരുടെ ഒരു ആലോചനയും ഒക്കെ ഊഹിക്കാൻ പോലും കഴിയില്ല. ഇന്നലേക്ക് ക്യാമ്പിലൊക്കെ ഷബീർ പോയിരുന്നല്ലോ. ഈ ആഘാതത്തിൽ നിന്ന്, ഈ ദുരന്തത്തിൽ പെട്ടവരുടെ മനസ്സ് ഈ ആഘാതത്തിൽ നിന്നൊക്കെ മുക്തി നേടി അതിനൊക്കെ അതിജീവിച്ച് അവർ എപ്പോഴത്തേക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരുമെന്നൊക്കെ ആലോചിക്കുക തന്നെ പ്രയാസകരമാണ്. ഈ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, കൗൺസിലിംഗ് ഒക്കെ അത് സാധ്യമാകുന്നുണ്ടോ അവിടെ? എൽദോ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ തെരച്ചിലുകളൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഗവൺമെന്റ് LP സ്കൂൾ, മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂൾ ഒരുപാട് പ്രതീക്ഷകളോടെ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു LP സ്കൂൾ. ആ സ്കൂൾ ഇപ്പോൾ ഒരു പ്രേതാലയം പോലെ ആയിരിക്കുന്നു. മാത്രമല്ല, ആ സ്കൂളിലെ കുട്ടികളിൽ പലരും ഇപ്പോൾ ക്യാമ്പുകളിലാണ്. അതിനേക്കാളൊക്കെ സങ്കടകരമായ ഒരു അവസ്ഥ ഷംനയൊക്കെ പറഞ്ഞതുപോലെ ആ സ്കൂളിലെ പല കുട്ടികളും ഇവിടെ നിന്ന് ഒഴുകി ഒരു 10-12 കിലോമീറ്റർ താഴെ മലയടിവാരത്തിന് കീഴെ ചാലിയാർ പുഴയിൽ എവിടെയൊക്കെയോ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടാവാം. നമുക്ക് അതൊക്കെ ഓർക്കുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. ആ സ്കൂള് കാണുമ്പോൾ ശരിക്കും എൽദോ കണ്ണ് നിറയുന്നുണ്ട്. കാരണം നമുക്ക് കൊച്ചു കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് മറ്റെന്തിനേക്കാളൊക്കെ ഒരുപാട് മേലെയാണ്. ഏതായാലും നമുക്ക് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് ആർക്കും ആവില്ല. ഇന്നത്തെ ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങി വരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഹിറ്റാച്ചികളൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അവിടെ ഇപ്പോൾ കുറെ സന്നദ്ധ പ്രവർത്തകരെ, പല മേഖലകളിലേക്ക് സന്നദ്ധ പ്രവർത്തകരെ വടികളും തൂമ്പയും ഒക്കെ ആയിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ചെറിയ മനുഷ്യജീവന്റെ ഒരു സാന്നിധ്യം കാണുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഹിറ്റാച്ചികൾ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണിപ്പോൾ ദുരന്ത നിവാരണ സേനയും ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പൊക്കെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സന്നദ്ധ പ്രവർത്തകരെ, അവരെക്കുറിച്ചും നേരത്തെ ഷംന പറഞ്ഞതുപോലെ അവരെയൊക്കെ നമ്മൾ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരെങ്ങനെ പരന്ന് നടക്കുകയാണ്. നല്ല മഴക്കാറുണ്ട്, മഴയുടെ ഒരു കോളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും പേടിയില്ല. കാരണം ഇത്രയൊക്കെ ജീവനുകൾ പോയി, ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ ജീവൻ എന്ത് എന്നുള്ള തരത്തിലാണ് എല്ലാവരും അങ്ങ് ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളെക്കാൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തകരായിരിക്കും ഇന്നും റെസ്ക്യൂ ഓപ്പറേഷനിൽ. നമുക്കതിനൊരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ രക്ഷിച്ചെടുക്കൽ ഒരു പക്ഷേ സാധ്യമാവില്ല. ഇനിയിപ്പോൾ ഉണ്ടാവുക മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഏതായാലും നേരത്തെ എൽദോ സൂചിപ്പിച്ച ആ ഒരു കാര്യം അത് വളരെ പ്രധാനമാണ്. ഞാൻ ഇന്നലെ ക്യാമ്പിലായിരുന്നു. എനിക്ക് കുറച്ചെങ്കിലും ഇന്നലെ സന്തോഷം തോന്നിയ കാര്യം, ഞാൻ ഇന്നലെ അത് എനിക്ക് തോന്നുന്നു രേണുകയുമായൊക്കെ ഞങ്ങൾ പങ്കുവെച്ചൊരു കാര്യമാണത്. ആദ്യത്തെ 2 ദിവസം എന്ന് പറയുന്നത് എല്ലാവരുടെയും കണ്ണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സങ്കടം മാത്രമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് സങ്കടമല്ല, അവർക്ക് എന്താണ് സംഭവിച്ചതിന്റെ ഒരു പൂർണ്ണമായിട്ട് അവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു സങ്കടകരമായ കാഴ്ചകൾ, അല്ലെങ്കിൽ അവരുടെ കണ്ണൊക്കെ നിറഞ്ഞുള്ള ഒരു അവസ്ഥയായിരുന്നു ആദ്യത്തെ 2 ദിവസം. പിന്നെ മെല്ലെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ ശ്രമഫലമായിട്ട് അവരൊക്കെ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ നല്ല കാഴ്ചകൾ ഇന്നലെ നമുക്ക് കുറെ ക്യാമ്പുകളിലൊക്കെ കാണാനായി. പ്രധാനമായും മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും വലിയ ക്യാമ്പ്, പ്രധാനപ്പെട്ട ക്യാമ്പ്, അവിടെയൊക്കെ കൗൺസിലേഴ്സ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ കൊച്ചു കുട്ടികളുമായിട്ട്, കുട്ടികൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികളെ പോലെ തന്നെ വളരെ മനോഹരമായി ചിരിച്ചും കളിച്ചും അവരുടെ പ്രതീക്ഷകളൊക്കെ പങ്കുവെച്ചും മഴ കണ്ടും വെയിൽ കണ്ടും പ്രകൃതിയെ കണ്ടും ജീവിച്ച ആ കുട്ടികൾ ഇപ്പോൾ ക്യാമ്പിന്റെ ഉള്ളിലേക്ക്, ഒരുപക്ഷെ ഈ കൊച്ചു കുട്ടികളൊക്കെ പണ്ടൊക്കെ ഇവിടെ ഈ മഴയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമ്പോഴേക്കും ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ച അനുഭവങ്ങളൊക്കെ മുതിർന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു 10 വയസ്സിന് താഴേക്കുള്ള കുട്ടികളുടെ ഒന്നും മനസ്സിൽ അങ്ങനെ ഒരു ചിത്രമേ ഇല്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിന്റെ വരാന്തയിലൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിന്റെ അകത്ത് ഞങ്ങളിങ്ങനെ പായ വിരിച്ച് കിടന്നുറങ്ങേണ്ടി വരുമെന്ന് ഒരുപക്ഷെ ഒരിക്കൽ പോലും ഈ കുട്ടികളൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എൽദോ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ അവിടേക്ക് എത്തിപ്പെടുമ്പോൾ രാത്രി മുഴുവൻ ആനയും പുലിയുമുള്ള കാട്ടിൽ കഴിച്ചുകൂട്ടിയവർ, കാപ്പിക്കാട്ടിൽ കഴിച്ചുകൂട്ടിയവർ, തേയിലത്തോട്ടത്തിൽ കഴിച്ചുകൂട്ടിയവർ, എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ മൂലയിൽ പുറത്ത് തകർത്തു പെയ്യുന്ന മഴയുടെ ഒച്ച കേട്ട്, അല്ലെങ്കിൽ കൂമ്പാച്ചിമല ഒന്നാകെ ഇളകി വരുന്നതിന്റെ ശബ്ദം കേട്ട് പേടിച്ചരണ്ട് അച്ഛനോടും അമ്മയോടും ഒപ്പം കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിരുന്നവരൊക്കെ അവിടെയുണ്ട്. ആ കൂട്ടത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുണ്ട്. ആരോരുമില്ലാതായ അനാഥരായ കൊച്ചുകുട്ടികളുണ്ട്. അവരൊക്കെ ഈ സ്കൂൾ തിണ്ണയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഞങ്ങൾ പഠിച്ച സ്കൂളിന്റെ ഈ ഡെസ്കിൽ ഇങ്ങനെ പായ വിരിച്ച് ഞങ്ങളൊക്കെ കിടന്നുറങ്ങേണ്ടി വരുമെന്ന്. കാരണം നല്ല സാഹചര്യത്തിൽ ജീവിച്ച കുട്ടികൾ തന്നെയാണ്. ഇനിയിപ്പോ പാടികളിൽ താമസിക്കുന്നവരായാലും എല്ലാവരും കുട്ടികളെ നന്നായിട്ട് ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങളും ഏറ്റവും നല്ല വസ്ത്രവും അവർക്ക് കൊടുത്തു തന്നെയാണ് ഈ നാട് അവരെ പോറ്റിയത്.
അവരിങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും അവർക്ക് അതിന്റെ ഞെട്ടൽ അത് വലിയ തോതിൽ തന്നെ ആ ഞെട്ടൽ ഉണ്ടാകാം. അതിൽ നിന്ന് അവരെ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഒരു 2 ദിവസമൊക്കെ അവർക്ക് അതിന്റെ ആ ഒരു ഭീതി നമുക്ക് ആ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണാമായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ഇന്നലെയൊക്കെ നമുക്ക് ക്യാമ്പിലൊക്കെ കാണുമ്പോൾ ഈ കൗൺസിലേഴ്സൊക്കെ അവരോട് സംസാരിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് മെല്ലെ മെല്ലെ പറഞ്ഞുകൊടുത്ത് അവരെയൊക്കെ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ചില കുട്ടികളൊക്കെ അവിടെ കളിച്ചു നടക്കുന്നതും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ കുട്ടികൾ എന്താവശ്യപ്പെട്ടാലും എനിക്കത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആ കൗൺസിലേഴ്സിനെയും ആ സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കുട്ടികൾ കരയുമ്പോൾ അവർക്ക് ലെയ്സ് കൊണ്ടു കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വീറ്റ്സ് കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കുട്ടികളെ മെല്ലെ മെല്ലെ ഇതും നിങ്ങളുടെ വീടാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കുട്ടികളെ മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാനൊക്കെ ആവുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതും അത് തന്നെയാണ്. അവർക്ക് ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട്, ഭക്ഷണം, വസ്ത്രം എല്ലാം അവിടെ സുലഭമായി കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് കിട്ടേണ്ടത് ഈ ഇങ്ങനെ വളരെ നല്ല ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ മാനസിക നിലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ ഉതകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ വളർത്തു മൃഗങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുക, ഒരു കോഴിക്കുഞ്ഞ്, ആ ഒരു കോഴിക്കുഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതിന്റെയും അമ്മ ചിലപ്പോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അത് പക്ഷേ അമ്മ നഷ്ടപ്പെട്ടാലും അതിന് ജീവിച്ചേ തീരൂ. ഇനി ആരുമില്ലെങ്കിലും അതിന് കൊത്തിപ്പെറുക്കി തന്നാൽ കഴിയുന്ന രീതിയിൽ അത് കൊത്തിപ്പെറുക്കി എങ്ങനെയെങ്കിലും തന്റെ ജീവിതം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ സ്കൂളിന്റെ തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിലുള്ള പുതപ്പും അവശിഷ്ടങ്ങളും വാഹനങ്ങളും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആ ഒരു കോഴിക്കുഞ്ഞ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അതിനും ജീവിക്കണം. അതും ഈ ഭൂമിയുടെ അവകാശിയാണ്. അതും സ്വയം ജീവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രക്ഷാപ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ഇതൊക്കെ കണ്ടിങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. നേരത്തെ ഷംന സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, രക്ഷാപ്രവർത്തകർക്കും പലപ്പോഴും കണ്ണു നിറയുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇതൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ ആർക്കും കണ്ടിരിക്കാനാവില്ല. ഒരു ബൈക്ക് കിടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആരുടെയോ ജീവിതവും സ്വപ്നവും ഒക്കെ ആയിരുന്നു അത്. അദ്ദേഹം ഇവിടെ ഇനിയിപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. ഒരുപക്ഷെ ഈ മണ്ണിന്റെ ഒക്കെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ അദ്ദേഹവും ഉണ്ടാവാം. ഇതൊക്കെ കണ്ട് ലോകം ഇങ്ങനെ കീഴ്മേൽ മറയുന്നത് കണ്ട് അദ്ദേഹം ഉണ്ടാകാം. അല്ലെങ്കിൽ ചാലിയാറിന്റെ ഓളങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ അദ്ദേഹം കിടപ്പുണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും ക്യാമ്പിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതൊരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹവും ജീവിക്കട്ടെ. അദ്ദേഹവും ഇനി നമ്മളോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി ഇനി മുന്നോട്ട് ജീവിക്കാൻ അവർക്കെല്ലാവർക്കും സാധ്യമാവണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് എല്ലാവരും ഏർപ്പെടുന്നത്, നമ്മളെല്ലാവരും ഉള്ളത്. അങ്ങനെ തന്നെ ആവണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക്